ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ഫുൾജാർ സോഡ തേടിയുള്ള ഒരു യാത്രയാണ്. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു നീ ഫുൾജാർ സോഡ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് നമുക്ക് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എനിക്ക് ട്രിവാൻഡ്രത്ത് എവിടെയാണ് ഈ ഫുൾജാർ സോഡ കിട്ടുന്ന ഷോപ്പുള്ളതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഇഞ്ചിക്കൽ പോകുന്ന റോഡിൽ ഒരു ഫുൾജാർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നോമ്പൊക്കെ ആയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊന്ന് ഫുൾജാർ സോഡ ഒന്ന് പരീക്ഷിക്കാമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ യാത്ര. ആകെ പറഞ്ഞ ഒരു അടയാളം എന്ന് പറയുന്നത് ഈഞ്ചക്കൽ പോകുന്ന വഴിയിൽ നിന്ന് മാത്രമാണ്. പിന്നെ അല്ലാതെ പറയുന്നത് അവിടെ ചെറിയൊരു ആൾക്കൂട്ടം കാണാൻ പറ്റും, അങ്ങനെ നിനക്ക് ആ ഷോപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ വഴിയെ നമ്മൾ പോവുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് ഷോപ്പ്. ഒത്തിരി പേര് അവിടെ വന്ന് ഫുൾജാർ സോഡ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയ ടൈമിൽ അതെല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് സോഡയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരേ സമയത്താണ് അവർ കൊടുക്കുന്നത്. ഓരോ സമയത്തിന് അങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുന്നില്ല, പറയുന്നതിനനുസരിച്ചിട്ടല്ല അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ എല്ലാവർക്കും അങ്ങ് സപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നതാണ് കണ്ടത്. ഞാനും എൻ്റെ ബ്രദറും ആയിട്ടാണ് ഇന്ന് ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഫുൾജാർ സോഡ ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞത് ഈ നിൽക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ട് മാത്രമേ നെക്സ്റ്റ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്നവരാണ്, എന്നിട്ടേ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ പ്ലെയിൻ ഫുൾജാർ സോഡ അല്ലാതെ ഒരുപാട് ഫ്ലേവറിൽ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പച്ചമാങ്ങയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു, പൈനാപ്പിളിൻ്റെ ഫ്ലേവർ, പിന്നെ ബ്ലൂബെറി, ഗ്രേപ്സ്, അങ്ങനെ ഒരുപാട് ഫ്ലേവറൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫ്ലേവറൊക്കെ വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓരോ ഗ്ലാസ്സിലേക്കും സോഡ ചേർക്കുന്നതിന് മുന്നേ 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ സിറപ്പ് ചേർത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ശേഷമാണ്, അതിന് മുകളിലാണ് അവർ പിന്നീട് സോഡ ചേർക്കുന്നത്. ഈ ഷുഗർ സിറപ്പിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ഈ സോഡ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ നല്ലതുപോലെ പതഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് സോഡ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടാവാം. അപ്പോൾ സോഡ നല്ല സ്ട്രോങ് സോഡയാണ് അവർ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളെ നോർമൽ സോഡ അല്ല, ഇച്ചിരി നന്നായിട്ട് ഗ്യാസുള്ള സോഡയാണ് അവർ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനുള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവർ തീരെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി മസാല മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതിലെന്തൊക്കെയാണ് മസാലയൊക്കെ ചേർക്കണേ നമുക്ക് അകത്ത് പോയി നോക്കാം. ഇതിനു മുന്നേ തന്നെ ഞാൻ ഫുൾജാർ സോഡയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ചേർക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ട് പേസ്റ്റാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ ഗ്ലാസ്സിലേക്ക് ചേർക്കുകയാണ്. അവസാനമാണ്, ലാസ്റ്റായിട്ടാണ് അവർ കസ്കസും, പിന്നെ അതിന് മുകളിലായിട്ടാണ് ഓരോന്നിനും മുകളിലായിട്ട് ലെമൺ ജ്യൂസ് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഏറ്റവും അടിയിലായിട്ടാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് മുകളിലൊന്നും ഉപ്പ് ചേർക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഊഴ ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പച്ചമാങ്ങയുടെ ഫ്ലേവറാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിലേക്ക് സോഡ ചേർക്കുകയാണ്. പച്ചമാങ്ങയുടെ ഫ്ലേവർ ചേർത്തിട്ടാണ് അതിന് മുകളിലാണ് സോഡ ഒഴിക്കുന്നവർ. അപ്പോൾ നമ്മുടെ ഈ ഫുൾജാർ സോഡയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സത്യം പറയാലോ, നല്ല എരിവാണ്, നല്ല ഗ്യാസുമാണ്. ഒറ്റ വലിക്കൊന്നും അങ്ങനെ വലിച്ചു കുടിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് പേര് അവിടെ നിന്നവരൊക്കെ ഒരുപാട് പേര് ഒറ്റ വലിക്ക് കുടിക്കുന്നത് കണ്ടു. അതുപോലെ ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ നല്ല ഗ്യാസുമാണ്. കുറച്ച് മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ. നമ്മളീ പറയുന്ന അത്രയും ഒന്നും വലിയ ഒരു സംഭവമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു തരംഗം എന്ന രീതിയിൽ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും കണ്ടു. കൊച്ചു കുട്ടികളൊന്നും കഴിക്കുന്നില്ല, അവർക്ക് ആർക്കൊന്നും കുടിക്കാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്കും മാത്രം അതിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതിനാണ് നല്ലത്, കാരണം നല്ല എരിവും നല്ല സോഡയുമാണ് അവരിലേക്ക് ചേർക്കുന്നത്. അതുപോലെ കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കണ്ട. പക്ഷേ ഇരുന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ തരംഗം ആയതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾജാർ സോഡ കുടിക്കാൻ പോയ ഇന്നത്തെ നമ്മുടെ വിശേഷം.
ഇതൊരിക്കലും നമ്മുടെ ആ കുലുക്കി സർബത്തിൻ്റെ അത്രയും എത്തത്തില്ല. നമ്മുടെ കുലുക്കി സർബത്ത് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണത്. ഇന്ന് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ കുലുക്കി സർബത്ത് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കൊച്ചു കുട്ടികൾക്കും പറ്റില്ല, വലിയവർക്കും അങ്ങനെ നല്ല എരിവായതിൻ്റെ പേരിൽ ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാവും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു തരംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ തന്നെയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു തവണയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കുടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. പതഞ്ഞ് പൊങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമയാണ്. അത് തന്നെയാണ് ഈ ഫുൾജാർ സോഡയുടെ ആ തിളക്കത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.